അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ദീനിൽ ഇബാദത്ത് ചെയ്യുന്നതിന് ഒരുപാട് കർശന ഭാവങ്ങൾ ചില രംഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒന്നാണ് ഇബാദത്തിന് പൊതുവെ ആത്മാർത്ഥത ഉണ്ടാവുക എന്ന രംഗം. അതിൽ കർശനമാണ് ഇസ്ലാം. ആത്മാർത്ഥതയോട് ചെയ്യാത്തത് അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിനും ആത്മാർത്ഥത എന്നത് നിർബന്ധമാണ് എന്നത് പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് അവന്റെ അടിമ സമർപ്പിക്കുന്ന ആരാധനകൾക്ക് ആ ആത്മാർത്ഥത വളരെ പ്രാധാന്യമുള്ള കാര്യമാണെന്ന് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആത്മാർത്ഥതയെ ഇഖ്ലാസ് എന്ന് പറയും. ആത്മാർത്ഥതയെ ഇബാദത്തിന്റെ രംഗത്ത് വരുമ്പോൾ ഇഹ്സാൻ എന്നും പറയും. ഏതായാലും നമ്മുടെ ഇബാദത്തുകൾക്ക് ഇസ്ലാം വെച്ചിരിക്കുന്ന കർക്കശ ഭാവമുള്ള ഒരു രംഗം ആത്മാർത്ഥതയുടെ വിഷയത്തിലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജനങ്ങളുടെ ഇടയിൽ വരുമ്പോൾ വലിയ ആത്മാർത്ഥതയും ജനങ്ങളെ ബോധിപ്പിക്കലും ജനങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ സ്തുതിച്ചു പറയുന്നത് ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഇബാദത്തുകളുടെ രംഗത്ത് പലരും ഒരു മുതലെടുപ്പ് നടത്തുന്നിടത്ത് ഇസ്ലാം കർശന ഭാഷയിൽ പറയുന്നുണ്ട്, അത്തരം ഇബാദത്തുകൾക്ക് കൂലി കിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരം ഇബാദത്തുകൾക്ക് പ്രതിഫലം തരുന്നില്ല എന്നതിന് പുറമെ അതൊരു വലിയ തെറ്റാണെന്നും അതിന്റെ പേരിൽ ശിക്ഷയും ഉണ്ടെന്നാണ് പരിശുദ്ധമായ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് നല്ലത് ചിന്തിക്കാനുള്ള ബോധം നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് മഹാനായ ഇമാം ബൈഹഖിയുടെ ശുഅബിൽ കാണാം, ഇമാം തബറാനിയുടെ അൽ മുഅ്ജമുൽ കബീറിൽ കാണാം, മറ്റ് ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്ന ഒരു ഹദീസ്. ചില മനുഷ്യന്മാരെ ഇബാദത്ത് ചെയ്ത് സ്വർഗത്തോട് അടുക്കും, പക്ഷെ അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അണുമണി തൂക്കത്തോളം ഇഖ്ലാസ് ഇല്ലാത്തൊരവസ്ഥ, അതായത് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്ന ഒരവസ്ഥ കടന്നു വന്നാൽ, ലോകമാന്യത കടന്നു വന്നാൽ ആ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ പക്ഷേ അയാൾ നരകത്തിൽ പോവാനും സാധ്യതയുണ്ട്. ഹദീസിലേക്ക് നമുക്ക് കടന്നു വരാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യുഅ്മറു യൗമൽ ഖിയാമത്തി ബിനാസിൻ മിനന്നാസ്, ജനങ്ങളിൽ ചില ആളുകളെ അല്ലാഹു തആല പ്രത്യേകമായി ഖിയാമത്ത് നാളിൽ പരിഗണിക്കാണ്. ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക്. ഹത്താ ഇദാ ദനൗ മിൻഹ, സ്വർഗ്ഗത്തോട് അവർ അടുത്തു. അള്ളാഹു സ്വർഗത്തിലേക്ക് അവരെ നിയോഗിച്ചു, സ്വർഗത്തോട് അവരെടുത്തു. എന്നിട്ടോ സ്വർഗത്തിന്റെ വാസന അവർക്ക് കിട്ടി, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും വനളറു ഇലാ ഖുസൂരിഹ, സ്വർഗത്തിന്റെ കൊട്ടാരങ്ങളും വ ഇലാമാ അഅദ്ദല്ലാഹു ലി അഹ്ലിഹ ഫിഹ, സ്വർഗവാസികൾക്കായി അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ സംവിധാനങ്ങളും ഒക്കെ അവർ കണ്ടു, സ്വർഗത്തിന്റെ വാസനയും കിട്ടി. അത്രത്തോളം സ്വർഗത്തോട് അവരടുത്തു. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തോട് അടുത്ത് നിൽക്കുന്ന അവരെ റബ്ബ് തിരിച്ചു വിളിക്കാണ്. അപ്പോൾ അവർക്ക് വരുന്ന ഒരു ഭാവമാറ്റം, അവർക്കുണ്ടാകുന്ന വിഷമം, അത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി തന്നെ പറയുന്നു. എങ്ങനെയാണ് അവർ സ്വർഗത്തോട് അടുത്തിട്ട് ഇപ്പോൾ തിരിച്ചു പോരേണ്ടി വന്നത്? അവർക്ക് ആ സ്വർഗം നഷ്ടപ്പെട്ടു. കാരണം അവർ അല്ലാഹ് അല്ലാത്തവരെ ബോധിപ്പിച്ച് ഇബാദത്തുകൾ ചെയ്തവരായിരുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വർഗത്തോട് അടുത്തിട്ട് അവരെ പിൻവലിച്ചു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കലുള്ള സിസ്റ്റം ബുദ്ധിമുട്ടായതുകൊണ്ടോ കംപ്ലൈന്റ് ആയതുകൊണ്ടല്ല. അള്ളാഹുവിന് അറിയാം അവർ നരകത്തിനുള്ളവരാണെന്ന്. പക്ഷെ ഈ ഹദീസ് ഇങ്ങനെ അവതരിപ്പിക്കുന്നതിലൂടെ ഒരു സന്ദേശം നമുക്ക് കിട്ടാണ്. എന്താണ് ആ സന്ദേശം? സ്വർഗത്തോട് അടുത്തു എന്ന് നമ്മൾ ഇവിടെ വെച്ച് ധരിക്കാം, നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് നമ്മൾ ഇവിടെ വെച്ച് ഉറപ്പിക്കാം. അങ്ങനെയല്ല പറഞ്ഞത്.
നമ്മെ പോലെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, സ്വർഗത്തിന്റെ വാസനയും സ്വർഗത്തിന്റെ കൊട്ടാരം കാണാനുമുള്ള ഭാഗ്യവും ഒക്കെ കിട്ടിയ ശേഷമാണ് ഈ വിഭാഗത്തെ അള്ളാഹു തിരിച്ചു വിളിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന ഒരു സങ്കല്പ സ്വർഗ അല്ല, യഥാർത്ഥ സ്വർഗത്തിന്റെ സമീപം വരെ എത്തിയിട്ട് തിരിച്ചു പോരുന്ന അവസ്ഥ. അമലുകൾ കൊണ്ട് ആത്മാർത്ഥത ഇല്ലാത്ത രീതിയിൽ ഒരു മനുഷ്യ ജീവിതമായി കഴിഞ്ഞാൽ ഇത് പ്രതീക്ഷിക്കണം എന്ന സന്ദേശമാണ് ഈ ഹദീസിലൂടെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റു ഹദീസിലൊക്കെ കാണാം, സ്വർഗത്തോട് ഒരു ചാൺ അടുത്ത് നിൽക്കുമ്പോഴായിരിക്കും ഒരു മനുഷ്യൻ നരകത്തിന്റെ പ്രവൃത്തി ചെയ്യുക എന്ന്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അർറജുലു ലയഅമലു ബിഅമലി അഹ്ലിൻ നാരി ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാഉ ഫയസ്ബിഖു അലൈഹിൽ കിതാബു ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്നത്തി ഫയദ്ഖുലുൽ ജന്ന. ഈ സ്വർഗവും നരകവും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് ലഭിക്കുകയും തട്ടിമാറ്റപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യൻ നരകത്തിന് വിധിക്കപ്പെട്ടവനാ, നരകം അവന് കിട്ടുമെന്ന് ഉറപ്പിച്ചതാ. അങ്ങനെ ഇരിക്കെ അവനും നരകവുമായി ഇനി അടുക്കാൻ നരകത്തോട് അവന്റെ അകലം വന്നിരിക്കുന്നത് ഒരു ചാൺ അകലേ ഉള്ളൂ. അത്രത്തോളം അവൻ നരകത്തിന്റെ സമീപം എത്തി. ഇനി അവൻ നരകത്തിലേക്ക് ചാടുമെന്ന് ഉറപ്പാ. ആ അവസ്ഥയിലിരിക്കെ അവൻ സ്വർഗത്തിന്റെ അമല് ചെയ്താൽ, സ്വർഗത്തിന്റെ അമല് ചെയ്തുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് വഴിമാറുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ ഓരോ ഭാഗ്യങ്ങളാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ സംഭവിക്കുന്ന നാം കണക്ക് കൂട്ടുന്നതിനപ്പുറമുള്ള അള്ളാഹുവിന്റെ ഖലാഇന്റെ ചില രൂപങ്ങളായത്. അതേ ഹദീസ് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഈ ഹദീസ് കാണാം. ഇമാം ബുഖാരിയും അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ചില മനുഷ്യന്മാർ സ്വർഗത്തോട് അടുത്തു, സ്വർഗത്തിന്റെ അമല അവൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവനും സ്വർഗവും തമ്മിൽ ഒരു ചാൺ അകലം മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുന്നോടത്ത് ഫയസ്ബിഖു അലൈഹിൽ കിതാബു ഫയഅമലു ബിഅമലി അഹ്ലിൻ നാർ, അവൻ നരകത്തിന്റെ അമല് ചെയ്യേണ്ടി വരുന്നു. അവൻ അങ്ങനെ നരകാവകാശിയായി മാറുന്നു. ഇങ്ങനെ മനുഷ്യ ജീവിതങ്ങളിൽ കാണപ്പെടാമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ പോകുന്നവരിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വർഗം പടച്ച അന്ന് തന്നെ ഒരു പ്രഖ്യാപനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സ്വർഗലോകത്തേക്ക് അമല് ചെയ്യുമ്പോൾ ആളുകൾ കാണണം, ആളുകൾ നല്ലത് പറയണം എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ആളുകൾ കാണുന്നതിൽ സന്തോഷമുണ്ടാകുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് വേണ്ടാന്ന്, ലോകമാന്യത ഉള്ളവർ സ്വർഗത്തിലേക്ക് വരണ്ട എന്ന്, അവർ സ്വർഗത്തിലേക്ക് ഇല്ല എന്ന് സ്വർഗം പടച്ച അന്ന് പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. ജനങ്ങളെ ബോധിപ്പിച്ചും ജനങ്ങൾ നല്ലത് പറയുന്നതിൽ സന്തോഷിച്ചും ജനങ്ങൾ നല്ലതൊക്കെ പറയട്ടെ, എന്നെ കുറിച്ച് നാലാൾ അറിയട്ടെ എന്ന ഭാവനയിൽ, എന്ന സന്തോഷത്തിൽ, അല്ലെങ്കിൽ ആ ഒരു താല്പര്യത്തിൽ ഒരാളെ ഇബാദത്ത് ചെയ്യുന്നുവെങ്കിൽ അങ്ങനെയുള്ളവൻ വരണ്ട സ്വർഗത്തിലേക്ക്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വർഗം പടച്ച അന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കുള്ളതല്ല സ്വർഗം. മഹാനായ ഇമാം അലാഉദ്ദീൻ അലിയിൽ ഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കൻസുൽ ഉമ്മാലിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹു തആല ജന്നത്ത് ഏദനിനെ, സ്വർഗത്തെ പടച്ച അന്ന്, വഹിയ അവ്വലു മാ ഖലഖല്ലാഹ്, അല്ലാഹു ആദ്യം പടച്ചത് ജന്നത്ത് ഏദനാണ്. ജന്നത്ത് ഏദനിനെ, അതായത് പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ എത്രയോ കൊല്ലങ്ങൾക്ക് മുന്നേ സ്വർഗലോകത്തിൽ അല്ലാഹു ജന്നത്ത് ഏദനാണ് ആദ്യം പടയ്ക്കുന്നത്. ജന്നത്ത് ഏദനിനെ അല്ലാഹു പടച്ചു. അന്ന് ആ ആദ്യത്തെ ദിവസം, അല്ലെങ്കിൽ ആ പഴയ കാലത്ത് ഏറ്റവും പഴക്കമാണ് പറഞ്ഞത്. വഹിയ അവ്വലു മാ ഖലഖല്ലാഹ്, അള്ളാഹുവിന്റെ പഴയകാല സൃഷ്ടികളിൽപ്പെട്ട ആളാണ് ജന്നത്ത് ഏദൻ, സ്വർഗം. ആ പഴയ കാലത്തെ തന്നെ അള്ളാഹുവിന്റെ പ്രഖ്യാപനമുണ്ട്, സ്വർഗത്തിലേക്ക് ലോകമാന്യൻ വരണ്ട. ഹദീസ് ബാക്കി കേട്ടോളൂ. ഖാല ലഹാ തകല്ലമി, അല്ലാഹു തആല അന്ന് സ്വർഗത്തോട് പറഞ്ഞു, സൃഷ്ടിപ്പൊക്കെ കഴിഞ്ഞ ശേഷം, സ്വർഗമേ നീ ഒന്ന് സംസാരിച്ചേ എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് സ്വർഗം സംസാരിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം സംസാരിച്ചതാണത്, ആദ്യം സംസാരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞ് പിന്നെയും സ്വർഗം സംസാരിച്ചു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു, മുഅ്മിനീങ്ങൾ പരിപൂർണമായും വിജയിച്ചിരിക്കുന്നു. സ്വർഗം ആദ്യം പറഞ്ഞ വർത്താനങ്ങളിൽപ്പെട്ടത് അത്. പിന്നെ പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ ദഖല ഫിയാ, ഈ സ്വർഗമാകുന്ന എന്നിൽ വന്ന് ചേരുന്നവനാണ് വിജയിച്ചിട്ടുള്ളത് എന്നും സ്വർഗം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയും സ്വർഗം പറഞ്ഞു, വശഖിയ മൻ ദഖലൻ നാറ, നരകത്തിൽ പ്രവേശിക്കുന്നവൻ പറ്റേ പരാജയപ്പെട്ടു എന്ന് അന്ന് സ്വർഗം പ്രഖ്യാപിച്ചതാണ്.
പിന്നെയും കാണാം ഹദീസിൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ഖലഖ ഫീഹാ മാ ലാ ഐനുൻ റഅത് വലാ ഖതറുൻ വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യ ഹൃദയത്തിലും സങ്കല്പിക്കാൻ കഴിയാത്ത, ഒരു കണ്ണിനും കണ്ടു തീർക്കാനും ആസ്വദിച്ചു തീർക്കാനും പറ്റാത്ത അത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു സ്വർഗ്ഗലോകത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് സ്വർഗം സംസാരിച്ച കൂട്ടത്തിൽ മറ്റൊരു കാര്യവും കൂടി സംസാരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്ന റിവായത്തിൽ കാണാം, അന്ന് സ്വർഗം സംസാരിച്ച മറ്റൊരു കാര്യമാണ്, അന ഹറാമുൻ അലാ കുല്ലി ബഖീലിൻ വമുറാ. ഞാൻ നിഷിദ്ധമാ, സ്വർഗം എന്ന ഞാൻ നിഷിദ്ധമാണ്. എല്ലാ പിശുക്കന്മാർക്കും, എല്ലാ ലോകമാന്യത കാണിക്കുന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ആളുകൾക്കും സ്വർഗമാകുന്ന ഞാൻ ഹറാമാണെന്ന് അന്ന് സ്വർഗം പറഞ്ഞിട്ടുണ്ടത്രേ. ലോകമാന്യതയും പിശുക്കുമായി ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗം കിട്ടൂല എന്ന് അന്ന് സ്വർഗം പറഞ്ഞതായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാഉദ്ദീൻ അലിയിനുൽ ഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കൻസുൽ ഉമാലിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു സ്വർഗം കിട്ടാനുള്ള അർഹതയിലേക്ക്, അതിനുള്ള യോഗ്യതയിലേക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ അമലുകളും എത്തിച്ചു തരട്ടെ എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ദുആ ചെയ്യാം. നിങ്ങൾ കേട്ടോളൂ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരെ പല രൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകമാന്യത കാണിക്കുന്ന ആളുകൾ, സ്വർഗത്തിലേക്ക് വരണ്ട എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ആളുകൾ, അവരെ തിരിച്ചറിയാൻ ചില അടയാളങ്ങളുണ്ട്. ഒരു യഥാർത്ഥ മൂമിനെ തിരിച്ചറിയാൻ ചില അടയാളങ്ങളുണ്ട്. ബുദ്ധി ഉള്ളവനാണോ, അവന്റെ അമലുകളെ കുറിച്ച് അവന് ബോധം ഉണ്ടാവും, അവനെ തിരിച്ചറിയാൻ അടയാളമുണ്ട്. ബുദ്ധി ഇല്ലാത്തവനാണോ, അവനെ തിരിച്ചറിയാൻ അടയാളമുണ്ട്. മഹാന്മാർ ഉദ്ധരിക്കുന്നത് കണ്ടോളൂ. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂ നുഐം തങ്ങൾ അദ്ദേഹത്തിന്റെ ഹിലിയത്തുൽ ഔലിയായിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. ഒരാൾ മൂമിനാണ് എങ്കിൽ അയാളെ തിരിച്ചറിയാൻ 4 അടയാളമുണ്ട്. ഈ 4 അടയാളമുണ്ടെങ്കിൽ അവൻ മുഅ്മിനാ. ഏതാ 4 അടയാളങ്ങൾ? കലാമുഹു ദിക്ർ. മൂമിനായ മനുഷ്യൻ സംസാരിക്കുന്ന വർത്താനം മുഴുവനും അള്ളാഹുവിന്റെ പ്രകീർത്തനത്തിലേക്ക് ചേർക്കപ്പെട്ടതാ. എന്ത് പറഞ്ഞാലും അത് ദിക്റായി പരിഗണിക്കാൻ പറ്റും. അതായത് ആരുടെയും കുറ്റങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അതിൻ്റെ അകത്ത് പറയില്ല. മൂമിനായ മനുഷ്യൻ പറയുന്ന വർത്താനത്തിൽ അള്ളാഹു നിശ്ചയിച്ചാൽ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു ദിക്റായി. അള്ളാഹുവിനെ കൊണ്ടുവരാണ് ആ വർത്താനത്തിൽ. പടച്ചോന്റെ ഒരു ഖളാ നോക്കണേ, അത് അങ്ങനെ സംഭവിച്ചു. ഒരു മൂമിനായ മനുഷ്യന്റെ വർത്താനം, അള്ളാഹു സഹായിച്ചാൽ ഞാൻ അവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്, അതൊരു ദിക്റാണ്. മൂമിനായ മനുഷ്യൻ വർത്താനം പറയുന്നത് ദിക്റായിരിക്കും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാനായ ഇമാം ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു. നമുക്കങ്ങനെ ആവാൻ പാടില്ല. നമ്മുടെ വർത്തമാനം മുഴുവനും ദിക്റാക്കാൻ പറ്റും. എങ്ങനെയാ? ഇങ്ങനെ സംസാരിച്ചാൽ മതി. എന്ത് പറഞ്ഞാലും അതിന്റെ കൂടെ അള്ളാനെ ചേർക്കാൻ പറ്റുന്ന രീതിയിലാവണം. നുണ പറയരുത്. ചില ആൾക്കാർ എല്ലാത്തിലും അള്ളാനെ ചേർക്കും. അള്ളാനെ 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 എന്ന് പറയും. ഈ അള്ളാ ആണെ പറയല്, പതിവായി പറയല് വലിയ തെറ്റാത്. അതങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അത് വളരെ റയറായിട്ട് വരുന്ന ഗൗരവമായ അവസ്ഥയിൽ മാത്രമേ ഈ ആണയിടൽ പറ്റുള്ളൂ. സത്യം ചെയ്യല്, അള്ളാണ് അള്ളാണ് റസൂലാണ് അള്ളാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളുകൾ പറയും. സത്യം ചെയ്യുന്നതിന്റെ ഒരുപാട് നിബന്ധനകൾ തെറ്റിച്ചിട്ട് അള്ളാഹ് അല്ലാത്തവരെ പിടിച്ച് സത്യം ചെയ്യാൻ പാടില്ല എന്നാ. അതൊക്കെ തെറ്റിച്ച് പിന്നെ അങ്ങനെ എൻ്റെ വാപ്പയാണ്, എൻ്റെ ഉമ്മയാണ്, അങ്ങനെയൊക്കെ പറയും, എൻ്റെ മക്കളാണ്, അതൊന്നും പറയരുത്. വലിയ തെറ്റ്. അത്തരം വാക്കുകൾ പറയലോടുകൂടെ നമ്മുടെ ഈമാൻ ഫസാദാവും. അങ്ങനത്തെ വാക്ക് പറയലോടുകൂടെ ഈമാൻ ഫസാദാവും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ പോവും. നമ്മൾ ആണയിടൽ കുറയ്ക്കണം, ആണയിട്ട് പറയൽ കുറയ്ക്കണം. അങ്ങനെ അള്ളാനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ മിണ്ടുന്നത് മുഴുവൻ ആണയിട്ട് പറയാന്നല്ല, അള്ളാഹുവിനെ കൊണ്ടുവരാ എന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ വർത്താനം പറയുമ്പോൾ ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഞാൻ ഈ വർഷം ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുക, അള്ളാഹു നിറവേറ്റി തരട്ടെ. ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ആ വർത്താനത്തിൽ എത്ര കാര്യങ്ങളിലൂടെ അവൻ അള്ളാഹിനെ കൊണ്ടുവന്നത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഈ ശവ്വാൽ മാസത്തിൽ എൻ്റെ മകളുടെ വിവാഹം നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അള്ളാഹ് നിറവേറ്റി തന്നാൽ നിങ്ങൾ ദുആ ചെയ്യണം. ആ പറയണ വർത്താനം ആത്മാർത്ഥമായിട്ടാണ് പറയണമെങ്കിൽ ആ വർത്താനം മുഴുവനും ദിക്റ. അതാണ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു മൂമിനായ മനുഷ്യൻ അവൻ മൂമിനാണെന്ന് തിരിച്ചറിയാനുള്ള 4 അടയാളങ്ങളിൽ ഒന്നാമത്തേത് അവൻ സംസാരിക്കുന്നത് ദിക്റായിരിക്കും. ഒരു മൂമിനായ മനുഷ്യൻ മിണ്ടാതിരിക്കുമ്പോൾ അവന്റെ ആ മിണ്ടാതിരിക്കൽ ഒരു ചിന്തയായിരിക്കും. അവനിങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ അവൻ 100 കൂട്ടം കാര്യങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ചിന്തയിലായിരിക്കും അവൻ ആ മിണ്ടാതിരിക്കലിലൂടെ നടത്തുന്നത്. ഇനിയോ ഒരു മൂമിനായ മനുഷ്യൻ നോക്കുന്നത് മുഴുവൻ
ഇബറത്തായിരിക്കും. ഇബറത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ബോധ്യപ്പെടാനുള്ള കാഴ്ചകളായിരിക്കും. ഒരു മുഅ്മിനായ മനുഷ്യന്റെ നോട്ടത്തിൽ അതിൽ നിന്നും പഠിക്കാനുണ്ടാവും. അള്ളാഹുവിന് ഓർമ്മ വരുന്ന നോട്ടങ്ങളാ എല്ലാ നോട്ടങ്ങളും, അല്ലാതെ കണ്ണി കണ്ടോ ഹറാമിലേക്ക് നോക്കുന്ന കാര്യമല്ല ഈ പറഞ്ഞത്. ഇനിയോ വഇൽമുഹു ബിർറുൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ അറിവ് ഗുണമായിരിക്കും. അവന്റെ അറിവുകൾ കൊണ്ട് മനുഷ്യന്മാർക്ക് ഗുണം കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ 4 അടയാളവും അള്ളാഹു നമുക്ക് തൗഫീഖാക്കി തരട്ടെ. റബ്ബ് നമുക്ക് നസീബാക്കി തരട്ടെ. ഇനി കേട്ടോളൂ, മഹാന്മാരായ പല പ്രമുഖരും പറയുന്നുണ്ട്. അതായത് ഇമാം ഗസാലിയുടെ അത്തിബുറുൽ മസ്ബൂക്ക് എന്ന് പറയുന്ന കിതാബിൽ കാണാം, ഒരാൾ ബുദ്ധിമാനാണ് എങ്കിൽ ആ ബുദ്ധിമാനെയും തിരിച്ചറിയാൻ ഇതുപോലെ കുറെ അടയാളങ്ങളുണ്ട്. എന്താണ് ബുദ്ധിമാന്റെ അടയാളം? ഒരു ബുദ്ധിമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭാഗത്ത് നിന്നും ഒരിക്കലും കുറ്റകൃത്യം സംഭവിക്കുന്ന രീതിയിൽ ആരെയും വിഷമിപ്പിക്കൂല. ഒരാളോട് ഒരു വിഷമം നമ്മൾ കൊടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ തന്നെ അതൊരു തെറ്റായി സംഭവിക്കൂല. ആ രീതിയിൽ ഹിക്മത്തിലൂടെ അവൻ ഒരാളോട് എന്തെങ്കിലും ഒന്ന് വേദനിപ്പിക്കണമെങ്കിൽ അത് തെറ്റാവാത്ത രീതിയിൽ വേദനിപ്പിക്കാലോ. തെറ്റാവാത്ത, അത് ബുദ്ധിമാനേ കഴിയുള്ളൂ. ഒരു ബുദ്ധിമാന്റെ ഏറ്റവും വലിയ ലക്ഷണം അത്. ഒരാളെ ആക്രമിക്കാതെയും വിഷമിപ്പിക്കാതെയും ഒരാളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ വേദനിപ്പിക്കുകയോ ചെയ്യുന്നത് കുറ്റകൃത്യമാവാത്ത വഴിയിലൂടെ ചെയ്യും, ഒരു കുറ്റമാവാത്ത രീതിയിലൂടെ ചെയ്യും. അത് ബുദ്ധിമാൻ ചെയ്യുന്ന കാര്യമാണ്. മാത്രമല്ല, ബുദ്ധിമാനെ തിരിച്ചറിയാനുള്ള മറ്റൊരു അടയാളം എന്ന് പറഞ്ഞാൽ തന്നെക്കാൾ താഴെയുള്ള ആളുകളോട് ബുദ്ധിമാൻ എപ്പോഴും വിനയമുള്ളവരായിരിക്കും. ലിമൻ ദൂനഹു. പിന്നെ ഒരു ബുദ്ധിമാന്റെ മറ്റൊരു പ്രത്യേകത, തന്നെക്കാളും മുകളിലുള്ള, തന്നെക്കാളും മഹാനായ, തന്നെക്കാളും അമലുള്ള ആളുകളിലേക്ക് അമല് കൊണ്ട് മത്സരിക്കും. രഹസ്യമായി, അല്ലാതെ ആളുകളെ ബോധിപ്പിക്കലല്ല, അമല് കൊണ്ട് മത്സരിക്കും. പിന്നെ ഒരു ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അള്ളാനെ ഓർമ്മ വരും. അള്ളാനെ ഓർക്കാതെ ഒന്നും മിണ്ടൂല അവൻ. മാത്രവുമല്ല, അതുപോലെ തന്നെ എപ്പോഴും ദിക്റിലായിരിക്കും. ഒരു മുഅ്മിനായ മനുഷ്യ, ഒരു ബുദ്ധിമാനായ മനുഷ്യനെ തിരിച്ചറിയാനുള്ള മറ്റൊരു അടയാളമായി യതകല്ലമ അനിൽ ഇൽമി, അവൻ വിവരമുള്ള കാര്യങ്ങളായിരിക്കും വർത്താനം പറയുമ്പോൾ. എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുക വർത്താനത്തിൽ. മാത്രമല്ല, യഅരിഫു മൻഫഅത്തൽ കലാമി ഫി മൗദിഇഹി, എവിടെ താൻ വർത്താനം പറഞ്ഞാൽ അതൊരു പ്രയോജനത്തിലാവാ എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉള്ള ആളായിരിക്കും ഒരു ബുദ്ധിമാനായ മനുഷ്യൻ. മാത്രവുമല്ല, ഒരു വിഷമത്തിൽ അവൻ പെട്ടുപോയി കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് അവൻ വലിഞ്ഞുകൂടും. അള്ളാഹിന്റെ അടുക്കൽ അവൻ അതിന് അഭയം തേടും. ഇതൊക്കെ ബുദ്ധിമാന്റെ ലക്ഷണമാണ്. ഇമാം ഗസാലി പറയുന്നു, ഇനി ഒരു ബുദ്ധിയില്ലാത്ത ഒരു പടു ജാഹിലിന്റെ ലക്ഷണം കേട്ടോളൂ. അവനും ഇതുപോലെ കുറെ ലക്ഷണങ്ങളുണ്ട്. അവൻ ജനങ്ങളോട് എന്തെങ്കിലും ഒരു പ്രതികാരം ചെയ്യുമ്പോൾ അത് കുറ്റമല്ലാത്ത രീതിയിൽ ചെയ്യാൻ അവന് പറ്റില്ല. അവൻ ചെയ്തു തുടങ്ങുമ്പോഴേക്കും അത് കുറ്റമാവും, അത് കുറ്റകൃത്യമായി മാറും. മാത്രമല്ല, തന്നെക്കാൾ താഴെയുള്ള ഇബാദത്തിന്റെ വിഷയത്തിലൊക്കെ തന്നെക്കാളും മുകളിലുള്ള ആളുകളെ വന്ദിക്കാൻ നിൽക്കില്ല. അവരോട് കിബർ കൊണ്ട് മത്സരിക്കും. തന്നെക്കാൾ താഴെയുള്ളവരോട് വിനയം കാണിക്കില്ല, അഹങ്കാരം കാണിക്കില്ല. മാത്രവുമല്ല, അവൻ സംസാരിക്കുമ്പോൾ വിവരവുമായി ബന്ധപ്പെട്ട ഒന്നും ഉണ്ടാവില്ല. ഒരു വിവരമില്ലാത്ത വർത്താനായിരിക്കും അവൻ പറയാം. പിന്നെ കാണുന്നത്, അവൻ ഒരു കുറ്റം കണ്ടാൽ അതിൽ മിണ്ടാതിരിക്കും. അത് ബുദ്ധിയില്ലാത്തവന്റെ ഒരു പടു ജാഹിലിന്റെ ലക്ഷണം. മാത്രമല്ല, അവനൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അവന്റെ നഫ്സിനെ നശിപ്പിക്കും. നെഞ്ചത്തിട്ട് അടിച്ച് കരഞ്ഞും ആവശ്യമില്ലാത്തൊക്കെ വിളിച്ചു പറഞ്ഞും ഒക്കെ ഒരു വിഷമം വരുമ്പോൾ ആ രീതിക്കിടെ അവൻ വികാരഭരിതനായി ആ വിഷമത്തെ അവൻ കൈകാര്യം ചെയ്യും. ബുദ്ധിമാൻ, നേരത്തെ പറഞ്ഞു, ബുദ്ധിമാൻ അള്ളാഹുലേക്ക് വലിഞ്ഞുകൂടും. ഇനി കാണാം മഹാന്മാർ പിന്നെയും ഉദ്ധരിക്കുന്നതായി കാണാം. അഹ്മദ് സമർക്കന്ദിയെ പോലെയുള്ളവർ പറയുന്നു, എന്നാൽ ഒരു ലോകമാന്യത ഉള്ള ആളെ തിരിച്ചറിയാൻ കഴിയും. അതിനും ചില അടയാളങ്ങളുണ്ട്. 4 അടയാളം അലി റളിയല്ലാഹു പറഞ്ഞതുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. 4 അടയാളം അലി റളിയല്ലാഹു പറഞ്ഞത് തന്നെ ഉണ്ട്. ലോകമാന്യത എന്ന് പറഞ്ഞാൽ ആളുകളെ ബോധിപ്പിച്ച് ഇബാദത്ത് ചെയ്യുന്ന സ്വഭാവക്കാരൻ. അവരുടെ ആ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുകയില്ല, അതിന് കൂലിയില്ല. അങ്ങനെ ഇബാദത്ത് ചെയ്തത് ഒരു തെറ്റായി പരിഗണിച്ച് അങ്ങനെ ഇബാദത്ത് ചെയ്തതിന് ശിക്ഷയുണ്ടെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളെ ബോധിപ്പിച്ച് ചെയ്യുക, ആളുകളെ കൊണ്ട് പറയാൻ വേണ്ടിയിട്ട് സദഖ ചെയ്യുക, ദാനം ചെയ്യുക, ആളുകൾ വലിയ നിസ്കാരക്കാരനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വലിയ നിസ്കാരങ്ങൾ നടത്തുക, വലിയ ഇബാദത്തുള്ള ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഭക്തി പ്രകടിപ്പിക്കുക, അതൊക്കെ വലിയ തെറ്റാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സ്വഹാബി അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനത്തെ ലോകമാന്യത കാണിക്കുന്ന ആളെ തിരിച്ചറിയാൻ ലിൽ മുറാഇ 4 അടയാളമുണ്ട്. 4 അടയാളമുണ്ട്.
യക്സിലു ഇദാ കാന വഹദ, അവൻ ഒറ്റക്കാണ് എങ്കിൽ നല്ല മടിയനായിരിക്കും. ഒരു ലോകമാന്യത ഉള്ള ആളാണെങ്കിൽ അവൻ ഒറ്റയ്ക്കാകുമ്പോൾ നല്ല മടിയായിരിക്കും. മാത്രവുമല്ല വയൻഷത്തു ഇദാ കാന മഅന്നാസ്, ജനങ്ങളുടെ കൂടെയാണെങ്കിൽ നല്ല ഉന്മേഷമായിരിക്കും. അല്ലാഹുവേ കാക്കണേ അല്ലാഹ്. മൂന്നാമത്തേത് കേട്ടോ, വയസീദു ഫിൽ അമലി ഇദാ ഉസ്നി അലൈഹി, മൂപ്പരെപ്പറ്റി ജനങ്ങൾ നല്ല വർത്താനം പറഞ്ഞാൽ, അവനെ സ്തുതിച്ചു പറഞ്ഞാൽ, അവന്റെ അമലിനെ കുറിച്ച് സ്തുതിച്ചു പറഞ്ഞാൽ അവൻ കൂടുതൽ കൂടുതൽ അമല് പിന്നെയും ചെയ്യും. അവൻ ചെയ്യുന്ന അമലിനെ ആരെങ്കിലും ഒന്ന് മോശമാക്കി ചെറുതാക്കി പറഞ്ഞാൽ പിന്നെ അവൻ ചിന്തിക്കും, ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അങ്ങനെ അമൽ അവൻ ചുരുക്കും. ഇതാണ് ഒരു ലോകമാന്യത ഉള്ള ആളുടെ 4 അടയാളമെന്ന് മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറയുന്നതായി മഹാന്മാരായ സൂഫിയാക്കൾ ഉദ്ധരിക്കുന്നുണ്ട്. ജീവിതത്തിൽ അമലുകൾ കൊണ്ട് ഉപകാരം കിട്ടാൻ, നമ്മുടെ ഇബാദത്ത് പടച്ചോന്റെ അടുത്ത് സ്വീകരിക്കാൻ, അതിന് എന്തെങ്കിലുമൊക്കെ ഒരു കൂലി കിട്ടാൻ, അള്ളാനെ ബോധ്യപ്പെടുത്തുക എന്നൊരു ആത്മാർത്ഥതയുടെ ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നമ്മൾ പരാജയത്തിലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ അള്ളാനെ ബോധിപ്പിക്കാതെ ചെയ്യുന്നത് സ്വീകരിക്കുകയുമില്ല, അതിന് കൂലിയുമില്ല. ആ ചെയ്തത് ഒരു തെറ്റായി പരിഗണിച്ചുകൊണ്ട് ശിക്ഷ കിട്ടും എന്നാ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാവണം. ആ നിയ്യത്ത്, ആ താല്പര്യം അള്ളാഹുവിലേക്കാവണം. അള്ളാഹു കൂലി തരട്ടെ.